ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കൂട്ടുകാരെ, ഇന്ന് പെന്തക്കുസ്ത ദിനത്തിന് ഒരുക്കമായിട്ടുള്ള പ്രാർത്ഥനകളുടെ 9-ാം ദിവസമാണ്. ഇന്നത്തോടുകൂടെ ഈ നോവേന അവസാനിപ്പിക്കുകയാണ്. 10-ാം ദിവസം നാളെ നമുക്ക് പെന്തക്കുസ്ത തിരുനാളാണ്. അതുകൊണ്ട് ഇന്ന് ഈ 9-ാം ദിനത്തിൽ നമ്മൾ എപ്പോഴും പരിശുദ്ധാത്മാവിനെ ധ്യാനിച്ച് നടക്കും, പരിശുദ്ധാത്മാവിനെ വിളിച്ച് പ്രാർത്ഥിക്കും. അത്രയാണ് ഇന്ന് നമുക്ക് ചെയ്യാനുള്ളത്. നമ്മൾ പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണ് എന്ന ഓർമ്മ എപ്പോഴും ഉണ്ടാക്കി തരണമേ എന്ന് പരിശുദ്ധ അമ്മയോട് മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണേ എന്ന് പ്രാർത്ഥിക്കാം. എല്ലാ പ്രാർത്ഥനകളും ആദ്യത്തെ ദിവസത്തെ പോലെ ചൊല്ലി ലേഖനം സുഭാഷിതം 8:1-9 സുവിശേഷം ലൂക്ക 1:46 മുതൽ 55 വരെ വായിച്ച് ഇന്ന് ദിവസം മുഴുവൻ പരിശുദ്ധാത്മാവിനെ ധ്യാനിച്ച് നമ്മൾ എപ്പോഴും ആത്മാവിനെ വിളിച്ച് ഒരുങ്ങിക്കൊണ്ടിരിക്കുക. ഇന്ന് നമുക്കൊരു കാര്യം ചിന്തിക്കാം. പരിശുദ്ധാത്മാവ് മനുഷ്യനിൽ ചെയ്യുന്ന 3 വലിയ കാര്യങ്ങളാണ്. 1, പരിശുദ്ധാത്മാവ് മനുഷ്യരിൽ വന്ന് ദൈവമക്കളിൽ വന്ന് ആവസിക്കുക. 2, ആശീർവദിക്കുക. 3, പവിത്രീകരിക്കുക. പരിശുദ്ധ കുർബാനയിൽ പരിശുദ്ധാത്മാവേ എന്നിൽ വന്ന് നിറയണമേ, പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണമേ എന്ന് പറയുമ്പോൾ തിരുശരീര രക്തങ്ങൾ പവിത്രീകരിക്കുന്നത് പോലെ ഇന്നത്തെ ദിവസം മുഴുവൻ പരിശുദ്ധാത്മാവിനെ വിളിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ എന്നിൽ ആവസിക്കണമേ, എന്നെ ആശീർവദിക്കണമേ, എന്നെ പവിത്രീകരിക്കണമേ, അതായത് വിശുദ്ധീകരിക്കണമേ. ഈ 3 കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് ഇന്നത്തെ ദിവസം മുഴുവൻ നീക്കിവെക്കാം. ജോലി ചെയ്യാതെ ഇരുന്ന് പ്രാർത്ഥിക്കാനല്ല കേട്ടോ. നടക്കുന്ന അടിയിലും എപ്പോഴും പരിശുദ്ധാത്മാവേ എന്നിൽ വന്ന് വാസം ചെയ്യണമേ, ആവസിക്കണമേ, പരിശുദ്ധാത്മാവിൻ്റെ ആലയമായിട്ട് നമ്മൾ മാറട്ടെ, ഞങ്ങളെ ആശീർവദിക്കണമേ, ഞങ്ങളെ പവിത്രീകരിക്കണമേ എന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കാം. പരിശുദ്ധാത്മാവ് വന്ന് നിറഞ്ഞാൽ ഈ ഭൂമിയിൽ തന്നെ അടയാളങ്ങൾ നമുക്ക് കിട്ടും. എപ്പോഴും കിട്ടണമെന്നില്ല. പരിശുദ്ധാത്മാവ് വന്ന് നിറഞ്ഞ വിശുദ്ധയായ മരിയ സെലിൻ, അങ്ങനെ പറയുമ്പോൾ ഇപ്പോൾ വിശുദ്ധയായിട്ടില്ല, ധന്യ പദവിയിലാണ് കേട്ടോ. എങ്കിലും വിശുദ്ധയുടെ പദവിയിലേക്ക് വരുന്ന ഒരു വിശുദ്ധയാണ്. ഒരു ദിവസം ഈ പിശാചിൻ്റെ പീഡനങ്ങളൊക്കെ കഴിഞ്ഞ് വിശുദ്ധ കിടന്നുറങ്ങുന്ന സമയത്ത് അവളുടെ ശരീരത്തിലും കട്ടിലിലും തറയിലും റോസാ പുഷ്പങ്ങളുടെ ഇതളുകൾ നിറച്ച് കിടക്കുന്നു. ഇത് അവളുടെ മദർ എഴുതി വെച്ചിട്ടുള്ള ഡയറി കുറിപ്പാണ് കേട്ടോ. ഈ മരിയ സെലിൻ ഒക്ടോബർ മാസം 3-ാം തീയതി പണ്ട് വിശുദ്ധ കൊച്ചു ത്രേസ്യയുടെ തിരുനാൾ ആഘോഷിച്ചത് അന്നാണ്. അപ്പോൾ മരിയ സെലിൻ പിശാചിൻ്റെ തന്ത്രങ്ങളിൽ നിന്നും രക്ഷിക്കാൻ തിരുനാളിന് മുന്നോടിയായിട്ട് നൊവേന ആരംഭിച്ചു അത്രേ. അപ്പോൾ മദർ കൂടെ കിടക്കുന്നുണ്ട്. കാരണം ഇവൾക്കിതുപോലെ പൈശാചിക പീഡയൊക്കെ ഉള്ളതുകൊണ്ട് ഇതെന്താണ് എന്നറിയാൻ മദറിൻ്റെ ഒപ്പമാണ് കിടത്തുന്നത്. കാരണം സ്വപ്നാടനം പോലെ സ്വപ്നത്തിൽ തന്നെ എഴുന്നേറ്റ് നടന്ന് ഇദ്ദേഹം ചെയ്യുന്ന കാര്യങ്ങളാണോ ഇത് എന്ന് പരിശോധിക്കാൻ. അപ്പോൾ മദർ നോക്കുമ്പോൾ സെലീന നല്ല ഉറക്കത്തിലാണ്. പക്ഷേ ബെഡിലും ശരീരത്തിലും എല്ലാം റോസാ പുഷ്പങ്ങളുടെ ഇതളുകൾ വാരി വിതറിയിട്ടിരിക്കുന്നു. കൊച്ചു ത്രേസ്യ പുണ്യാളത്തിയുടെ ഭക്തയല്ലേ സെലീന? ആ വിശുദ്ധ റോസാ പുഷ്പങ്ങളുടെ മഴ പെയ്യിപ്പിച്ചതാവാം എന്നാണ് കൂടെയുള്ളവർ കളിയാക്കി ചിരിച്ചത്. അത് സത്യമായിരുന്നു. ആത്മാവിൽ നിറഞ്ഞ സെലീനയുടെ ദേഹത്തും കട്ടിലിലുമെല്ലാം ആത്മാവ് നിറഞ്ഞ് വിശുദ്ധയായ കൊച്ചു ത്രേസ്യ റോസാ പുഷ്പങ്ങൾ വർഷിച്ചു. ഇതുപോലെ തന്നെ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞാൽ ഈശോ
സ്വർഗത്തിൽ നിന്നും നമുക്ക് കൃപകൾ വർഷിച്ചു തരും. നമുക്ക് ഇന്നത്തെ ദിവസം വേറെ ഒന്നും ചിന്തിക്കേണ്ട. പരിശുദ്ധാത്മാവേ, എന്നിൽ വന്ന് ആവസിക്കണമേ, എന്നെ ആശീർവദിക്കണമേ, എന്നെ പവിത്രീകരിക്കണമേ എന്ന് നമുക്ക് ഏറ്റുചൊല്ലി, മനസ്സിലേറ്റുചൊല്ലി പ്രാർത്ഥിച്ച് ഒരുങ്ങിയിരിക്കാം. പരിശുദ്ധാത്മാവിനാൽ നമ്മൾ നിറയപ്പെടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആമേൻ.